ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മാള ജൂത സിനഗോഗിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഇന്ത്യയിലെ ഏറ്റവും പഴയ ജൂതപ്പള്ളികളിൽ ഒന്നാണ് തൃശൂർ ജില്ലയിലെ മാളയിൽ സ്ഥിതി ചെയ്യുന്ന ജൂതപ്പള്ളി. ഭാരതീയ പുരാവസ്തു വകുപ്പിനാണ് പള്ളിയുടെ നടത്തിപ്പും സംരക്ഷണ ചുമതലയും. കൊച്ചി രാജാവ് ദാനം നൽകിയ മരം ഉപയോഗിച്ച് ജോസഫ് റബ്ബാൻ എന്ന ജൂത പുരോഹിതൻ ആണ് 11-ാം നൂറ്റാണ്ടിൽ ഈ സിനഗോഗ് നിർമ്മിച്ചത്. ആ നൂറ്റാണ്ടിൽ തന്നെ സിനഗോഗ് നശിപ്പിക്കപ്പെടുകയും 1400-ൽ പുതിയൊരു കെട്ടിടം നിർമ്മിക്കുകയും ചെയ്തു. ഇത് 1792-ൽ പുതുക്കി പണിയപ്പെട്ടു. ചരിത്രപരമായ തെളിവുകൾ അനുസരിച്ച് ഈ സിനഗോഗ് നശിപ്പിക്കപ്പെട്ടതിനു ശേഷം പുനർനിർമ്മിക്കപ്പെട്ടത് 1597-ൽ ആണ്. സിനഗോഗ് നിൽക്കുന്ന സ്ഥലത്തിന്റെ പേരായ മാള ഒരു പക്ഷേ അഭയാർത്ഥികളുടെ കേന്ദ്രം എന്നർത്ഥം വരുന്ന മാൽ അഹ എന്ന പദത്തിൽ നിന്നും രൂപം കൊണ്ടതായിരിക്കണം. രണ്ടാം ആംഗ്ലോ മൈസൂർ യുദ്ധ സമയത്ത് ടിപ്പു സുൽത്താൻ ഈ സിനഗോഗ് ആക്രമിക്കുകയുണ്ടായി. മാളയിലെ ജൂത സമൂഹം ഇസ്രായേലിലേക്ക് കുടിയേറുവാൻ തുടങ്ങിയപ്പോൾ ഈ സിനഗോഗ് കെട്ടിടം മാള ഗ്രാമപഞ്ചായത്തിന് കൈമാറി. 1954 ഡിസംബർ 20-നാണ് കൈമാറ്റം നടന്നത്. പിന്നീട് പഞ്ചായത്ത് ഇത് ഒരു ഹാളായി ഉപയോഗിച്ചു പോന്നു. സിനഗോഗിനൊപ്പമുള്ള സെമിത്തേരി 1955 ഏപ്രിൽ 1-ന് മാള ഗ്രാമപഞ്ചായത്ത് ഏറ്റെടുത്തു. യൂറോപ്യൻ ജൂതന്മാർ തദ്ദേശീയരായ ജനങ്ങളെ വിവാഹം കഴിച്ച് കേരളത്തിൽ തന്നെ താമസിക്കുകയും അവർക്ക് ഉണ്ടായ മക്കളെ ജൂതവിശ്വാസത്തിൽ വളർത്തുകയും വ്യാപാര പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ചെയ്ത് ഒരു ജൂത സമൂഹമായി മാറിയപ്പോൾ കുടിയേറിയ മറ്റു ജൂതന്മാരിൽ നിന്നും ഇവരെ എളുപ്പം തിരിച്ചറിയുന്നതിനായി കറുത്ത ജൂതന്മാർ അഥവാ മലബാറി ജൂതർ എന്ന് വിളിച്ചു പോന്നിരുന്നു. മലബാറി ജൂതരുടെ കൈവശം ആയിരുന്നു മാള ജൂത സിനഗോഗ്. തോമസ് ലീഹ മാമോദിസ മുക്കി എന്ന് അന്ധമായി വിശ്വസിക്കുന്ന ചില തറവാട്ടുകാർ തങ്ങളുടെ തറവാടിന്റെ പേര് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ അഥവാ തറവാട്ടിന്റെ പേര് ഗൂഗിളിൽ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പല തറവാട്ടു പേരുകളും മലബാറിലെ മറ്റ് മതസമൂഹത്തിലും കാണപ്പെടുവാൻ ഇടയുണ്ട്. ഇതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഇന്ത്യയിൽ ഒരു മനുഷ്യന് അവന് ഇഷ്ടമുള്ള മതം പിന്തുടരുവാനും അതിൽ വിശ്വസിക്കുവാനും സ്വാതന്ത്ര്യം ഉണ്ട്. അത് ഇന്ന് തുടങ്ങിയതല്ല, അത് കാലങ്ങൾക്ക് മുമ്പേ വളരെ പണ്ട് മുതലേ അങ്ങനെ തന്നെ ആയിരുന്നു. ഇപ്പോൾ എൻ്റെ തറവാടിൻ്റെ പേര് ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്താൽ കുറച്ച് വീടുകൾ മലപ്പുറത്താണ് ഉള്ളത്. കൗതുകത്തിന് വേണ്ടി ഞാൻ ചോദിച്ചു, ആ ഇന്റർനെറ്റിലെ അഡ്രസ്സിൽ കണ്ട ഫോൺ നമ്പറിൽ വിളിച്ചു ചോദിച്ചു. അപ്പോൾ അവർക്ക് വല്ലാത്ത അത്ഭുതം. അവർക്ക് അറിഞ്ഞുകൂടാ അവർ തൃശ്ശൂരിൽ നിന്നും വന്നതാണോ അതോ അവർ കാലങ്ങളായി മലപ്പുറത്ത് തന്നെയുള്ളവരാണോ എന്ന് അവർക്ക് അറിഞ്ഞുകൂടാ. എൻ്റെ തറവാടിൻ്റെ പേര് ഇന്നതാണ് എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് ഒത്തിരി സന്തോഷം ആയി. നിങ്ങൾ തൃശ്ശൂരിൽ നിന്നും അവിടെ പോയി താമസിക്കുന്നവരാണോ എന്ന് ചോദിച്ചപ്പോൾ അവർ അല്ല എന്നാണ് ഉത്തരം പറഞ്ഞത്. വർഷങ്ങളായി മലബാറിൽ തന്നെ ഉള്ളവരാണ്. ഇത് കേൾക്കുന്നവർ വിചാരിക്കും ഞാനിപ്പോൾ നുണ പറഞ്ഞ് തള്ളിമറയ്ക്കുകയാണെന്ന്. സംശയമുള്ളവര് ഏതെങ്കിലും പുരാതന തറവാട്ടുകാർ അവരവരുടെ പേരിൻ്റെ തറവാട് പേരിൻ്റെ ലെറ്റർ ഇംഗ്ലീഷിൽ ഗൂഗിളിൽ അടിച്ചു കൊടുത്ത് നോക്കുക. ചിലപ്പോൾ ഒരു പക്ഷേ നമ്മുടെ തറവാട്ടിൻ്റെ പേരുള്ള സെയിം തറവാട്ടിൻ പേരുള്ള ഏതെങ്കിലും വീട്ടുകാർ മലപ്പുറം ഭാഗത്ത് ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മുടെ തറവാടിന്റെ പേരിൽ ഊറ്റം കൊള്ളുന്നവർ ഒന്ന് ഇന്റർനെറ്റിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക. ചിലപ്പോൾ നമ്മുടെ ബന്ധുക്കൾ മലബാറിലും ഉണ്ടായേക്കാം. നമ്മൾ ഏക സഹോദരി സഹോദരന്മാരെ പോലെ കഴിയേണ്ടവരാണ്. ടിപ്പു സുൽത്താന്റെ പടയോട്ടം കേരളത്തിന്റെ സാംസ്കാരിക ചരിത്രത്തിലും മതവിശ്വാസ ചരിത്രത്തിലും വളരെ വലിയ മാറ്റങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. ടിപ്പുവിന്റെ പടയാളികളെ കണ്ട് ഭയന്ന് അനേകം പേര് മതം മാറിയിട്ടുണ്ട്. ഒത്തിരി ജൂത പള്ളികളും ക്രിസ്ത്യൻ പള്ളികളും ടിപ്പുവിന്റെ ആക്രമണത്തിൽ തകർക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം നമ്മുടെ പഴയ കാലത്തെ കാരണവന്മാര് നമ്മുടെ വീട്ടില് നായകളെ വളർത്തുമ്പോൾ ആ നായയ്ക്ക് ടിപ്പു സുൽത്താന്റെ പേര് ഡയറക്റ്റ് ഇട്ട് കൊടുക്കാതെ കണ്ട് ടിപ്പു എന്ന് ഷോർട്ടായിട്ട് ഇട്ട് കൊടുക്കുന്നത്. നമ്മുടെ ക്രിസ്ത്യൻ വീടുകളിൽ നായകൾക്ക് ഇട്ടിരുന്ന പേര് ഒരു കാലത്ത് ടിപ്പു എന്നാണ്. എന്തുകൊണ്ട്?
അത് ആ ടിപ്പു സുൽത്താന്റെ ആക്രമണത്തിന് എതിരായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന കാര്യത്തുള്ളൂ. അതിനെ ഓർമ്മിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ കാരണന്മാര് ഒരു മാതിരി കളിയാക്കിയിട്ട് നമ്മുടെ വളർത്തുമൃഗങ്ങളായ നായ്ക്കോ അല്ലെങ്കിൽ മറ്റെന്തിനേലും ടിപ്പു എന്ന പേര് നൽകാറുള്ളത്. പഴയ ക്രിസ്ത്യൻ പള്ളികളുടെ എല്ലാം ചുമരുകൾ ശ്രദ്ധിച്ചിട്ടില്ലേ? ചുരുങ്ങിയത് ഓരോ പഴയ പള്ളിയുടെയും ചുമരിന് ഏകദേശം 3 അടി വണ്ണമുള്ള ഭിത്തികളായിരിക്കും ഉണ്ടാവുക. ഒട്ടുമിക്ക പള്ളിയുടേതും അങ്ങനെയാണ്. ഇതിന് കാരണം മറ്റൊന്നുമല്ല, ശത്രുക്കളുടെ ആക്രമണങ്ങളിൽ നിന്ന് വിശ്വാസികളെ രക്ഷിക്കുന്നതിന് വിശ്വാസികൾക്കുള്ള അഭയ കേന്ദ്രങ്ങൾ ആയിരുന്നു പഴയ കാലത്ത് നിർമ്മിക്കപ്പെട്ട ക്രിസ്ത്യൻ പള്ളികൾ. മാള ജൂത സിനഗോഗിൽ, ചേന്നമംഗലം സിനഗോഗിന്റെ മുൻ വീഡിയോയിൽ നാം കണ്ടതുപോലെ തന്നെ ബേമ, പെട്ടകം, ബാൽക്കണി, മുകളിൽ വനിതകൾക്ക് നിൽക്കാനുള്ള ഗാലറി, ബാൽക്കണിയിലേക്ക് കയറുവാനുള്ള ഗോവണി എന്നിവ ഉൾപ്പെട്ടിരിക്കുന്നു. 2025 ജൂൺ മാസം 11-ാം തീയതി രാത്രി പെയ്ത മഴയിൽ ഈ സിനഗോഗിന്റെ മേൽക്കൂര തകർന്നു വീണു. മാള പഞ്ചായത്ത് എഞ്ചിനീയർ കെട്ടിടം തകർച്ചാ ഭീഷണി നേരിടുന്നുണ്ടെന്ന റിപ്പോർട്ട് നൽകിയത് മാള പഞ്ചായത്ത് കമ്മിറ്റി അവഗണിച്ചതുകൊണ്ടാണ് കെട്ടിടത്തിന്റെ മേൽക്കൂര തകരാൻ ഇടയായത് എന്ന് ആരോപിക്കപ്പെടുന്നു. എന്നാൽ കഴിഞ്ഞ വർഷം കെട്ടിടം അറ്റകുറ്റപ്പണികൾ നടത്തിയിരുന്നതായും പറയപ്പെടുന്നുണ്ട്. കേരളത്തിലെ പുരാവസ്തു കെട്ടിടങ്ങൾക്ക് ഞാൻ കണ്ട ഏറ്റവും വലിയ പോരായ്മ അതിൻ്റെ നടത്തിപ്പ് അവകാശത്തെക്കുറിച്ചുള്ള തർക്കങ്ങൾ ആണ്. അതിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്ക് വിലങ്ങുതടിയായി മാറുന്നത് ഉടമസ്ഥാവകാശമാണ്. വിനോദസഞ്ചാര വകുപ്പ്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനം, ഭാരതീയ പുരാവസ്തു വകുപ്പ്, ഈ 3 ഗവൺമെന്റ് സംവിധാനങ്ങളും യോജിച്ചുകൊണ്ട് പ്രവർത്തിച്ചാൽ മാത്രമേ കേരളത്തിലെ പുരാവസ്തു കെട്ടിടങ്ങൾ വൃത്തിയായി സൂക്ഷിക്കുവാനും അത് വരും തലമുറയ്ക്ക് വിജ്ഞാനം പകരുന്ന വിധത്തിൽ ആക്കി തീർക്കുവാനും സാധിക്കുകയുള്ളൂ. സംരക്ഷിക്കപ്പെടേണ്ട ചരിത്ര പ്രാധാന്യമുള്ള പുരാവസ്തു കെട്ടിടങ്ങൾ ആർക്കെങ്കിലും എവിടെയെങ്കിലും അവഗണിക്കപ്പെട്ട് കിടക്കുന്നതായി അറിയുമെങ്കിൽ എൻ്റെ മൊബൈൽ നമ്പറിലേക്ക് ഒരു മെസ്സേജ് അയയ്ക്കുക. അപ്പോൾ ഞാൻ അവിടെ വന്ന് അതിനെ പറ്റി മനസ്സിലാക്കുകയും അതിൻ്റെ കുറച്ച് ചിത്രങ്ങൾ എടുത്ത് അതിൻ്റെ ഉത്തരവാദപ്പെട്ടവർക്ക് അത് അയച്ചു കൊടുക്കുവാനും സാധിക്കുന്ന വിധത്തിൽ ഒരു ചെറിയൊരു സഹായം എന്നാൽ കഴിയുന്ന വിധത്തിൽ ഞാൻ ചെയ്തു തരുന്നതാണ്. സാധ്യമായ നടപടികൾക്ക് ഉത്തരവാദിത്തപ്പെട്ടവരെ ബന്ധപ്പെടുവാൻ കഴിയുന്ന തരത്തിൽ എന്നാലാവുന്ന തരത്തിൽ എൻ്റെ ഭാഗത്തു നിന്നും പരിശ്രമിക്കുന്നതാണ്. എവരെയും ഈശോനാഥൻ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.